ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 10 ഹിന്ദിയാണ്. ആദ്യത്തെ യൂണിറ്റായ ബീർ ബഹൂട്ടി എഴുതിയിരിക്കുന്നത് പ്രഭാത് എന്നൊരു റൈറ്റർ. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടു, ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ആ ചുവപ്പ് കളറിലുള്ള ആ ഇൻസെക്റ്റിനെയാണ് നമ്മൾ ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. ഇവ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എപ്പോഴാണ്? മഴ പെയ്ത് കഴിയുമ്പോഴൊക്കെയാണ് ഇവയെ നമ്മൾ നമ്മുടെ ചുറ്റും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ലെസൻ്റെ മീനിങ്സ് കൊടുക്കുന്നുണ്ട്, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ ഈ ലെസൺ മുഴുവനായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. മൂങ്ഫലി എന്ന് പറഞ്ഞാൽ ഇതാണ്. മൂങ്ഫലി എന്ന് പറഞ്ഞാൽ നിലക്കടല അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട്. അതിലൊരു പീലെ ഫൂൾ എന്ന് പറയുന്നുണ്ട് ടെക്സ്റ്റിൽ. ആ നിലക്കടല ഉണ്ടാവുന്നതിന് മുമ്പ് അതിലുള്ള ആ ചെടിയിലുള്ള പുഷ്പങ്ങൾ കാണിച്ചിട്ടുണ്ട്, പൂവുകൾ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ബാജ്ര. ബാജ്ര എന്ന് പറഞ്ഞാൽ കോണാണ് പറയുന്നത്, ബാജ്ര. ഇതൊക്കെയാണ് മീനിങ്സ് വരുന്നത്. സുർക്ക് എന്ന് പറയുന്നുണ്ട് ബീർ ബഹൂട്ടിയെ പറ്റി. സുർക്ക് എന്ന് പറഞ്ഞാൽ രക്തവർണ്ണ, റെഡ് കളേർഡ്, ചുവന്ന. മുലായം, മാർദ്ദവമുള്ള, സോഫ്റ്റ്. ഗണ്ടി, ബെൽ, മണി. സ്യാഹി, മഷി, ഇങ്ക്. സാൽ, വർഷ, ഇയർ. 1981 എന്ന് പറയുന്നുണ്ട്. 1900 എന്ന് പറഞ്ഞാൽ 1900 ആണ്. 80 എന്ന് പറഞ്ഞാൽ 80, 81, 81. അപ്പോൾ 1981 എന്ന് പറഞ്ഞാൽ 1981. കസ്ബ, കസ്ബ എന്ന് പറഞ്ഞാൽ ചോട്ടാ ഷഹർ, ചെറിയ പട്ടണം അല്ലെങ്കിൽ സ്മോൾ ടൗണിനെയാണ് നമ്മൾ കസ്ബ എന്ന് പറയുന്നത്. സവാരി ഗാഡിയാം, സവാരി ഗാഡിയാം എന്ന് ഉദ്ദേശിക്കുന്നത് യാത്ര ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ. ഇപ്പോൾ കാറിലാണ് അല്ലെങ്കിൽ ബസ്സിലാണ് പോകുന്നതെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ് സവാരി ഗാഡിയാം. തങ്ക് ഗലിയാം, ചെറിയ തെരുവുകൾ, നാരോ സ്ട്രീറ്റ്. ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെയാണ്, ചെറിയ ചെറിയ റോഡുകളാണ് അല്ലേ, സ്ട്രീറ്റുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെയാണ് നമ്മൾ തങ്ക് ഗലിയാം എന്ന് പറയുന്നത്. ബിജ്ലി കെ ഖംബെ, ബിജ്ലി കെ ഖംബെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി ഖത്താർ, ഖത്താർ എന്ന് പറയുന്നത് എന്തിനാ? ഈ നിരനിരയായിട്ടാണ് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ നിൽക്കുക അല്ലേ. അപ്പോൾ അതിനെയാണ് ഖത്താർ എന്ന് പറയുന്നത്, നിര അല്ലെങ്കിൽ ലൈൻ. ഖുർ, കുളമ്പ്, ഹൂഫ്. ടാപ്പോങ്കി ആവാസ്, കുളമ്പടി ശബ്ദം, സൗണ്ട് ഓഫ് ഹൂഫ്. ചിടക്ന, കുടഞ്ഞു കളയുക, ടു സ്പ്രിങ്കിൾ. ഘടേ കോ ഡുലാന, ഘടേക്ക് പാനിക്കോ നീച്ചെ ഗിരാദേന. ഘടേ കോ ഡുലാന എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ ഡുലാന ടീക്ക് നെഹി എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മഴ വരുമെന്ന് വിചാരിച്ചിട്ട്, മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് എന്താണ്, നമ്മുടെ കുടത്തിൻ്റെ ഉള്ളിൽ ആകെ ഉണ്ടായിരുന്ന വെള്ളം കൂടി നമ്മൾ ചിരിച്ച് കളഞ്ഞു. പക്ഷെ മഴ വന്നോ? മഴ വന്നുമില്ല. അപ്പോൾ എന്താ ഉണ്ടായത്? നമ്മുടെ കയ്യിലുള്ള ആ വെള്ളം കൂടി നമ്മൾ കളഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്, അതിന് ഉറപ്പില്ലാതെ നമ്മളൊരു കാര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അതിനെയാണ് ഘടേക്കോ ഡുലാന എന്ന് പറയാം. കേൽ ഗണ്ടി, ഡ്രിൽ പീരീഡ്, PT പീരീഡ്. സഫേദ് പട്ടി, ബാൻഡേജ്. ജിദ് കർണ, വാശി പിടിക്കുക, ടു ഇൻസിസ്റ്റ്. ലങ്കടി ടാങ്ക് എന്ന് പറയുന്നുണ്ട്. നമ്മളിങ്ങനെ വരകളൊക്കെ വരച്ച്, ഇങ്ങനെ പെട്ടികളൊക്കെ വരച്ച് കളിക്കാറില്ലേ, അതിനെയാണ് ലങ്കടി ടാങ്ക് എന്ന് പറയാം. ഭാലു, മണൽ, സാൻഡ്. പിണ്ടിലി, പിണ്ടിലി എന്ന് പറഞ്ഞാൽ എന്താണ്? കാലിൻ്റെ ഈ ഭാഗത്തിനെയാണ്, കാലിൻ്റെ വണ്ണയാണ് പറയുന്നത്. കാഫ് ഓഫ് ദി ലെഗ് എന്ന് പറയുന്നുണ്ട്. കീൽ എന്ന് പറഞ്ഞാൽ എന്താ? കീൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആണീനെയാണ് നമ്മൾ കീൽ എന്ന് പറയുന്നത്. ജൂലിന, ആടുക, ടു സ്വിങ്. നീം, വേപ്പ് മരം, മർഗോസട്ട്. ആഹിരി, അവസാനത്തെ, ലാസ്റ്റ്. ബാരി, തവണ, ടേൺ. ഡബ്ഡബാന, കണ്ണീർ നിറഞ്ഞതാവുക, ടു ബി ഫിൽ വിത്ത് ടിയേഴ്സ്. ചിടാന, കോപിക്കാൻ വേണ്ടി, പരിഹസിക്കുക, ടു ടീസ്. നമ്മളൊരാളെ വെറുതെ അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ചിടാന എന്ന് പറയാം. ഡേഡ്, 1.5 രൂപ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? 1.5, 1.5. ധൂൽ, പൊടി, ഡസ്റ്റ്. ഭൂര, തവിട്ടു നിറമായ, ബ്രൗണിഷ്. പ്രസംഗ്, സന്ദർഭം, കോണ്ടെക്സ്റ്റ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ബാദൽ കോ ദേക്കർ ഗഡേ കോ നെഹി ഡുലാന ചാഹിയെ, ദുക്കാൻദാറിനെ ഏസാ ക്യൂ കഹ. മഴ വരുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ മഴക്കാറ് കണ്ടിട്ട് സ്വന്തം കയ്യിലുള്ള കുടത്തിൻ്റെ ഉള്ളിലെ വെള്ളം നീ കമഴ്ത്തി കളയാൻ പാടില്ല. എന്തുകൊണ്ടാണ് ആ ഒരു കടക്കാരൻ അവനോട് അങ്ങനെ പറഞ്ഞത്? ഉത്തരം നോക്കാം. സാഹിൽ നെ സ്യാഹി ഭർവാനെ കാ നിശ്ചയ കിയ. तो उसने कलम की बची हुई स्याही
जमीन पर छिड़क दी। दुकान पहुंचने पर वहाँ स्याही नहीं थी। तब दुकानदार ने ऐसा कहा। कहने का मतलब है किसी बात पर केवल अंदाज़ा लेकर काम करना ठीक नहीं है, असलियत को पहले पहचानना चाहिए. ഇനി ഓരോ ലൈനായിട്ട് നമുക്ക് അർത്ഥം നോക്കാം. സാഹിലിനെ സ്യാഹി ബർവാനേക്ക നിശ്ചയ കിയ. സാഹിൽ എന്താണ് ഉറപ്പിച്ചത്? എന്തായാലും അവൻ്റെ പെന്നിൽ സ്യാഹി മഷി നിറയ്ക്കണം. ബർവാന എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. അപ്പം മഷി നിറയ്ക്കണമെന്ന് സാഹിൽ ഉറപ്പിച്ചു. तो उसने कलम की बची हुई स्याही जमीन पर छिड़क दी. കലം എന്ന് പറഞ്ഞാൽ എന്താ? പെൻ അല്ലേ? ആ പെന്നിൽ ബാക്കി ഉണ്ടായിരുന്ന മഷി കൂടി അവൻ എന്ത് ചെയ്തു? ജമീൻ നിലത്ത് കുടഞ്ഞു കളഞ്ഞു. ചിടക്കന എന്ന് പറഞ്ഞാൽ കുടയുക. ദുക്കാൻ പहुंचने पर वहाँ स्याही नहीं थी. അവൻ കടയിലെത്തിയപ്പോൾ എന്താ ഉണ്ടായത്? ആ കടയിൽ മഷി തീർന്നിട്ടുണ്ടായിരുന്നു. അവിടെ മഷി ഉണ്ടായിരുന്നില്ല. തബ് ദുക്കാൻദാറിനെ ഏസാ കഹ. അപ്പോൾ ആ ഒരു കടക്കാരൻ അവനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ആ ഒരു കടക്കാരൻ അവനോട് ഇങ്ങനെ പറഞ്ഞത്. ശരിക്കും അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കഹനെ കാ മത്ലബ് ഹേ കിസി ബാത് പർ കേവൽ അന്താസ ലേക്കർ കാം കർണ ടീക് നഹി ഹേ. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ തോന്നൽ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ തോന്നലാണ് ശരി എന്ന് കരുതി അതിൽ ഉറച്ചു വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യരുത്, അല്ലേ? അതാണ് അദ്ദേഹം പറഞ്ഞത്. അസ്ലിയത് കോ പെഹലെ പഹചാന ചാഹിയെ. എന്താണ് ശരിക്കുമുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇവിടെ എന്താ ചെയ്തത്? സാഹിൽ എന്താ ചെയ്തത്? കടയിൽ എത്തുന്നേക്കാളും മുമ്പ് അവിടെ മഷി ഉണ്ടോ ഇല്ലേന്നൊന്നും അത് തിരക്കിയില്ല, അല്ലേ? കടയിൽ എത്തുന്നേക്കാളും മുമ്പ് ആ പെന്നിലുണ്ടായിരുന്ന മഷി മുഴുവൻ അവൻ കുടഞ്ഞു കളഞ്ഞു. കടയിലെത്തിയപ്പോഴോ അവന് മഷി കിട്ടിയതുമില്ല. അപ്പം അതുകൊണ്ടാണ് ആ കടക്കാരൻ അങ്ങനെ പറഞ്ഞത്. ആ മഷി കുടഞ്ഞു കളഞ്ഞില്ലായിരുന്നെങ്കിൽ ആ മഷി കൊണ്ടെങ്കിലും അവൻ്റെ നോട്ടിൽ എഴുതാൻ സാധിച്ചു. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ ചോദ്യം. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസേ നസർ നഹി മിലാ പായി ക്യോ. ബേല സാഹിലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവൾക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ബേലയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്? ഇതാണ് ഉത്തരം വരുന്നത്. മാട്സാബ് ने उसे साहिल के सामने पीटा था. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वह जानती थी कि साहिल की नज़रों में वह बहुत अच्छी है. उसे बहुत दुख हुआ, इसलिए बेला साहिल से नज़र नहीं मिला पाई. അപ്പോൾ നോക്കാം നമുക്ക്. മാട്സാബിനെ ഉസേ സാഹിൽ കെ സാമനെ പീട്ടാത്ത. മാട്സാബ് എന്താ ചെയ്തത്? ആ സാറ് അവളെ സാഹിലിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് അടിച്ചത്. പീട്ടന എന്ന് പറഞ്ഞാൽ അടിക്കുക. വ സാഹിൽ കെ സാമനെ ഹുദ്കോ ഷർമിന്ദ മെഹസൂസ് കർ രഹി തി. അവൾക്ക് സാഹിൽ അത് കണ്ടല്ലോ. അത് കണ്ടപ്പോൾ അവൾക്ക് വളരെയധികം നാണക്കേട് തോന്നി. ഷർമിന്ദ എന്ന് പറഞ്ഞാൽ നാണക്കേട് തോന്നുക. ക്യോങ്കി വഹ് ജാൻതി തീ കി സാഹിൽ കി നസറോ മേ വഹ് ബഹുത് അച്ചി ഹെ. ക്യോങ്കി അവൾക്ക് അറിയാമായിരുന്നു, അല്ലേ? സാഹിൽ അവളെ വളരെ ഒരു നല്ല കുട്ടിയായിട്ടാണ് കാണുന്നത് എന്ന് അവൾക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹിലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ സാറ് അവളെ അടിച്ചപ്പോൾ അവൾക്ക് വളരെയധികം ദുഃഖം തോന്നി, നാണക്കേട് തോന്നി എന്നാണ് പറയുന്നത്. ഇസ്ലിയെ ബേല സാഹിൽ സെ നസർ നഹി മിലാ പായി. ഇതുകൊണ്ടാണ് സാഹിലിൻ്റെ കണ്ണിലേക്ക് നോക്കാൻ, മുഖത്തേക്ക് നോക്കാൻ ബേലയ്ക്ക് ബുദ്ധിമുട്ട് തോന്നിയത്. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रहा हो. इसका मतलब क्या है? എന്താണ്? ആ കുട്ടികൾ ആ നാലുപാടും കളിക്കുന്നുണ്ടല്ലേ? ആ നാലുപാടും കളിക്കുമ്പോൾ എന്താ തോന്നുന്നത്? അവിടെ സ്ഥിരമായിട്ടുള്ള ആ ഗാന്ധിജിയുടെ മൂർത്തി പണ്ടത്തെക്കാളും കുറച്ചധികം സന്തോഷിക്കുന്നുണ്ട്, ഒന്നും കൂടി അധികം ചിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ इसका मतलब क्या है? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം വരുന്നത്. बेला और साहिल मित्रों के साथ गांधी चौक में खेलने गए. बच्चों की हंसी खुशी सभी पसंद करते हैं. इससे सारा वातावरण भी आनंदमय लगने लगता है. इसलिए यहाँ गांधी जी की मूर्ति भी ऐसी दिखती है जैसे कुछ अधिक मुस्कुरा रही हो.
നോക്കാം നമുക്ക്. ബേല और സാഹിൽ മിത്രോं के साथ ഗാന്ധി ചോക്ക് में खेलने गए. ബേലയും സാഹിലും സ്വന്തം കൂട്ടുകാരുടെ കൂടെ ഗാന്ധി ചോക്കിൽ കളിക്കാൻ പോയി, ആ സ്ട്രീറ്റിൽ കളിക്കാൻ പോയി. ബച്ചോं की हंसी खुशी सभी पसंद करते हैं. കുട്ടികളുടെ ചിരിയും സന്തോഷവുമെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇസേ സാരാ വാതാവരൺ ബി ആനന്ദമായി ലഗ്നെ ലഗ്താ ഹെ. അവരുടെ കളിയും ചിരിയും കാണുമ്പോൾ ആ മൊത്തം സറൗണ്ടിങ്സ് നമുക്ക് ചുറ്റും വളരെയധികം സന്തോഷം നിറയുന്നത് പോലെ നമുക്ക് തോന്നും, എല്ലാവരും എൻജോയ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. इसलिए यहाँ गांधी जी की मूर्ति भी ऐसी दिखती है जैसे कुछ अधिक मुस्कुरा रही हो. അപ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടികളുടെ കളിയും ചിരിയും കണ്ടിട്ട് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ മൂർത്തിക്കും കുറച്ച് കൂടുതൽ പ്രസന്നതയുണ്ട്, അദ്ദേഹം കുറച്ച് കൂടുതൽ ചിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോവും. यह बारिशों से पहले का बारिश का एक दिन था. कहानी के प्रसंग में यह कैसे सार्थक होता है. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് യഹ് ബാരിഷോ കെ പെഹലെ കി ബാരിഷ്, മഴക്കാലമൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു മഴയുള്ള സമയത്തെ കഥയാണിതെന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഒരു കഥയിൽ സാർത്ഥകമാകുന്നത്? ഇതാണ് ആൻസർ വരുന്നത്. യഹാം ബാദൽ ദുഃഖ കാ പ്രതീക് ഹെ और बारिश आंसू का प्रतीक है. बेला और साहिल का दुख बादल के समान छाया हुआ है. साहिल की आंखों से पानी बरस रहा है. यहाँ कलाकार ने प्रकृति की रोनी सूरत और बच्चों की रोनी सूरत दोनों को दर्शाया है. ഇവിടെ യഹാ ബാദൽ ദുഃഖ കാ പ്രതീക് ഹെ. ഇവിടെ ക്ലൗഡ്സ് അല്ലെങ്കിൽ കാർമേഘം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ പ്രതീകമാണ്. ഓർ ബാരിഷ് ആസു കാ പ്രതീക് ഹെ. മഴ എന്നുള്ളത് ആ കണ്ണുനീരിൻ്റെ പ്രതീകങ്ങളാണ്. ബേല ഓർ സാഹിൽ കാ ദുഃഖ് ബാദൽ കെ സമാൻ ഛായ ഹുവാ ഹെ. ബേലയുടെയും സാഹിലിൻ്റെയും ആ വേർപിരിയുമ്പോൾ ഉള്ള ആ ഒരു വിഷമം കാർമേഘത്തെ പോലെ അങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. സാഹിൽ കി ആങ്കോസെ പാനി ബരസ് രഹാ ഹെ. സാഹിലിലെ കണ്ണുകളിൽ നിന്ന് എന്താണ്, കണ്ണുനീർ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടേയിരുന്നു. യഹാ കഥാകാരനെ പ്രകൃതി കി രോനി സൂരത് और बच्चों की रोनी सूरत दोनों को दर्शाया है. ഇവിടെ കഥാകാരൻ എന്താ ചെയ്തിട്ടുള്ളത്, പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ, ആ മഴക്കാരനെ അവരുടെ ദുഃഖമായിട്ടും മഴയെ അവരുടെ കണ്ണുനീരായിട്ടുമാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രകൃതിയെയും അവരുടെ ഫീലിങ്സിനെയും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തിയിരിക്കുകയാണ് കഥാകാരൻ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടെക്സ്റ്റിൻ്റെ ഉള്ളിലെ ചോദ്യോത്തരങ്ങൾ വരുന്നത്. കരെ മാച്ച് ദ ഫോളോയിങ് ആണ്. സാഹിൽ കി ആഖേ, സാഹിലിൻ്റെ കണ്ണുകൾ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത്. സാഹിൽ കി ആഖേ ബീർ ബഹൂട്ടി കാ രംഗ് അല്ലേ, ബീർ ബഹൂട്ടിയുടെ കളർ പോലെയായിരുന്നു. ചൽത്തി ബീർ ബഹൂട്ടിയാം, നടക്കുന്ന ബീർ ബഹൂട്ടിയാം എങ്ങനെയായിരുന്നു. ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, ഓടി നടക്കുന്ന ബ്ലഡിൻ്റെ ചെറിയ ചെറിയ ഡ്രോപ്സ് പോലെയായിരുന്നു ബീർ ബഹൂട്ടിയാം എന്ന് പറയുന്നത് അല്ലേ. ആ റെഡ് കളറിൽ അതിങ്ങനെ നടന്നു പോകുന്നത് എങ്ങനെയാണ്, ഈ ചോരയുടെ കണങ്ങൾ പോകുന്നത് പോലെയാണ് പറയുന്നത്. സാഹിൽ കെ ആസു, സാഹിലിൻ്റെ കണ്ണിനീര് എങ്ങനെയായിരുന്നു. ബാരിഷ് കെ ബൂന്തേ, മഴത്തുള്ളികൾ വീഴുന്ന പോലെയായിരുന്നു. സാഹിൽ കി ചോട്ട്, സാഹിലിന് മുറിവ് പറ്റുന്നു, അതെങ്ങനെയാണ്. ബീർ ബഹൂട്ടിക്ക് തരലാൽ, ബീർ ബഹൂട്ടിയുടെ പോലെ അങ്ങനെ റെഡ് കളറിലായിരുന്നു അവന് പറ്റിയ പരിക്ക്. ഓക്കെ, പ്രത്യേക തുലന കിസ്കെ സാത്ത് കി ഗയി ഹെ ലിഖേ. ഓരോന്നും എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട്. സാഹിൽ കി ലാൽ ആങ്കോ കി തുലന ബീർ ബഹൂട്ടി സെ കി ഗയി ഹെ. സാഹിലിൻ്റെ ആ ചുവന്ന കണ്ണുകൾ ബീർ ബഹൂട്ടിയുടെ പോലെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ ഓരോ കാര്യവും പറഞ്ഞല്ലോ, അത് എഴുതാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. സാഹിൽ കി ലാൽ ആംഖോ കി തുലന ബീർ ബഹൂട്ടി സെ കി ഗയി ഹെ, അത് ഒന്നാമത്തെ. രണ്ടാമത്തെ ചൽത്തി ബീർ ബഹൂട്ടിയോ കി തുലന ഖൂൻ കി പ്യാരി ബൂന്തോ സെ കി ഗയി ഹെ. മൂന്നാമത്തെ സാഹിൽ കെ ആസുവോ കി തുലന ബാരിഷ് കി ബൂന്തോ സെ കി ഗയി ഹെ. നാലാമത്തെ സാഹിൽ की चोट के रंग की तुलना बीर बहूटी के रंग से की गई है. कहानी की घटनाओं को सूचीबद्ध करें. ഈ കഥയിൽ ഓരോ ഇവൻസും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ എഴുതാനാണ് പറയുന്നത്. ബഹൂട്ടിയോ ഗീലി സമീൻ പർ ബേല ഓർ സാഹിൽ കാ ബീർ ബഹൂട്ടിയോ കോജ്ന, എന്താണ്, നനഞ്ഞ ആ മണ്ണിൽ ബേലയും സാഹിലും കൂടി ബീർ ബഹൂട്ടിനെ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഇൻസിഡൻറ്റ്. പെൻ മേ സ്യാഹി ഭർണ, പെന്നിൽ മഷി നരയ്ക്കുന്നുണ്ട്. ഇനി അടുത്തത് ഏതൊക്കെയാണ്, പിന്നെ ഏതൊക്കെ പറയാം നമുക്ക്.
बेला से क्रोध प्रकट करना ആ സുരേന്ദർ ജി കാ ബേല സെ ക്രോധ് പ്രകട് കർണ അദ്ദേഹത്തിന് ആ സാറിന് ദേഷ്യം വരുന്നുണ്ട് അത് പറയാം. ബേല കെ സിർ പർ ചോട്ട് ലഗ്ന ബേലയുടെ തലയിൽ മുറിവ് പറ്റുന്നുണ്ട് അത്. സാഹിൽ കെ പേർ പർ ചോട്ട് ലഗ്ന സാഹിലിനും ആ സ്റ്റൂൾ മെന്ന് വീണിട്ട് പരിക്ക് പറ്റുന്നുണ്ട് അത്. 5वीं कक्षा का रिजल्ट आना 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്നത്. ബേല और സാഹിൽ का एक दूसरे से अलग होना ബേലയും സാഹിലും അകന്നു പോലെ അല്ലേ. അവർ 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു, ഇനി തൊട്ടിട്ട് അവർ രണ്ടുപേരും വേറെ വേറെ സ്കൂളുകളിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വിഷമഘട്ടം അതൊക്കെയാണ് ഈ കഥയിലെ മെയിൻ ഇൻസിഡൻസ്. ഘടനാവും കെ ആധാർ പർ പട്കഥ തയ്യാർ കരെ നിങ്ങളോടൊരു പട്കഥ എഴുതാൻ പറയുന്നുണ്ട്. പർക്കെ ആപ്കി രചനാമേ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ എന്തൊക്കെ വേണം. സ്ഥാനം ഓർ സമയം ഏതാണ് സ്ഥലം ഏതാണ് സമയം അത് പറയുന്നുണ്ട്. പാത്ര പാത്രോ കി ആയു വേഷ്ഭൂഷ ചാൽ ചലൻ ആദി കാ ഉല്ലേഖ് ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, അവർക്ക് ഏതാണ്ട് എത്ര വയസ്സുണ്ട്, അവരുടെ വേഷഭൂഷ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പെരുമാറുന്നത് അതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ദൃശ്യക വിവരൺ ഹെ എവിടെയാണ് ആ ഒരു കഥ നടക്കുന്നത്, സ്കൂളിലാണോ അല്ലെങ്കിൽ പുറത്താണോ അതൊക്കെ നിങ്ങൾ എഴുതുക. സ്വാഭാവിക് ഓർ പാത്രാനുകൂൽ സംവാദ് ഹെ സ്വാഭാവികമായി അവർ സംസാരിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ അവരുടെ ഓരോരുത്തരുടെയും ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. 1 ഇങ്ങനെ എഴുതാം. സ്ഥാൻ കേത്ത് എവിടെയാണ് നടക്കുന്നത്, അതൊരു മൈതാനത്താണ് നടക്കുന്നത്, ഫീൽഡിലാണ് നടക്കുന്നത്. സമയ് സബേരെ 9 ബജെ ഏതാണ്ട് 9 മണിയായിട്ടുണ്ട്. പാത്ര ആയു ഓർ വേഷ്ഭൂഷ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, സാഹിൽ ഓർ ബേല അവർക്ക് എത്ര വയസ്സുണ്ട്, 11 സാൽ കെ ബച്ചെ സ്കൂൾ വർദീമി സ്കൂൾ യൂണിഫോമിലാണ് അവർ നിൽക്കുന്നത്. ദൃശ്യ ആദ്യത്തെ ദൃശ്യം എന്താണ്, ബേല ഓർ സാഹിൽ കേത് മേ ബീർ ബഹൂട്ടിയാ കോച്ച് രഹേ ഹെ ബേലയും സാഹിലും കൂടി അവിടെ ബീർ ബഹൂട്ടിയ തിരയുകയാണ്. സംവാദ് ഇനി അവർ തമ്മിലുള്ള ഡയലോഗാണ്. സാഹിൽ ബേല ദേഖോ സുന്ദർ ബീർ ബഹൂട്ടിയാം എത്ര മനോഹരമായ ബീർ ബഹൂട്ടിയാണ് ഇവിടെയുള്ളത്. ബേല ഹാ ധർത്തി പർ ചൽത്തി ഫിർത്തി കൂൻ കി പ്യാരി പ്യാരി ബൂന്തേ ജേസി എന്താണ് ഭൂമിയിൽ ഓടി നടക്കുന്ന ബ്ലഡ് പോലെ അല്ലേ, അല്ലെങ്കിൽ ആ രക്തത്തിൻ്റെ തുള്ളികൾ പോലെയാണ് ഇവയെ കാണാനെന്ന് പറയുന്നുണ്ട് ബേല. സാഹിൽ ദേഖോ സുർഖ് മുലായം ഓർ ഗദ്ബദി ബി ഹേ എങ്ങനെയാണ്, സുർഖാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് മുലായം. അപ്പോൾ എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബീർ ബഹൂട്ടികളാണെന്ന് സാഹിൽ പറയുന്നുണ്ട്. ബേല ഹാ അതെ എന്ന് ബേല പറയുന്നു. സാഹിൽ ഇസ്കാ രംഗ് തുമ്ഹാരെ റിബൺ കെ ജേസ ലാൽ ഹേ തുമ്നെ കുച്ച് സുനാ ബേല ഇതിൻ്റെ കളർ എങ്ങനെയാണ്, നിന്റെ റിബണിൻ്റെ കളറാണ്, ആ റെഡ് കളറാണ് ഇവയെ കാണാൻ. നീ ബേല ഹാ സുന സ്കൂൾ മേ പെഹ്ലി ഗണ്ടി ലഗ് ഗയി ഹേ അതെ ഞാൻ കേൾക്കുന്നുണ്ട്, എന്താണ് സ്കൂളിൽ ആദ്യത്തെ ബെല്ല് അടിച്ചു കഴിഞ്ഞു. സാഹിൽ ലേക്കിൻ മുझे पेन में സ്യാഹി ഭർവാനി ഹേ ദുക്കാൻ സേ അപ്പോൾ സാഹിൽ എന്താ പറയുന്നത്, അതെയോ സ്കൂളിൽ ബെല്ലടിച്ചു പക്ഷേ എനിക്ക് പെന്നിൽ ആദ്യം പോയിട്ട് ആ കടയിൽ നിന്ന് ഇങ്ക് നിറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ബേല തോ ജൽദി ചെല്ലോ എന്നാൽ വേഗമാവട്ടെ നമുക്ക് വേഗം കടയിലേക്ക് പോവാമെന്ന് ബേല പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് സീൻ 1. ഓക്കെ, അടുത്തത് സീൻ 2 ഗാവ് കി സ്റ്റേഷനറി കി ദുക്കാൻ സബേരേക്ക് 10 ബജ് ഗയേ ഹേ बेला और साहिल दुकान के सामने खड़े हैं दुकानदार उनसे कुछ बात कर रहे हैं അപ്പോൾ രണ്ടാമത്തെ സീനിൽ എന്താ പറയുന്നത്, അവർ രണ്ടുപേരും സ്റ്റേഷനറിയിലേക്ക് പോയി അല്ലേ, ആ കടയിലേക്ക് പോയി. അവർ ആ കടയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ആ കടക്കാരൻ അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ദുക്കാൻദാർ ക്യാ ചാഹിയെ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. സാഹിൽ ഇസ്മേ സ്യാഹി ഭർ ദീജിയെ ആ പെൻ കാണിച്ചിട്ട് ആ പെന്നിൽ മഷി ഒന്ന് നിറച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ദുക്കാൻദാർ ഖേദ് സേ വിഷമിച്ചുകൊണ്ട് അബ് ക്യാ കരൂ സ്യാഹി ഖത്തം ഹേ കൽ ഹി മിലേഗി അയ്യോ ഇവിടുത്തെ മഷിയൊക്കെ തീർന്നു പോയി, ഇനി നാളെയേ കിട്ടുള്ളൂ എന്ന് ദുക്കാൻദാർ പറയുന്നു. ബേല ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി തീ ഉസേ ജമീൻ പർ ചിടക് ദിയ അയ്യോ ഇവൻ ആ പെന്നിൽ ബാക്കി ഉണ്ടായിരുന്ന ആ മഷി മുഴുവൻ നിലത്ത് കുടഞ്ഞു കളഞ്ഞല്ലോ. दुकानदार हंसते हुए बादल को देखकर गड़े को नहीं डुलाना चाहिए മഴ പെയ്യും, മഴക്കാറ് കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ കുടം കമഴ്ത്തരുത് എന്ന് പറയുന്നു. ബേല അബ് ക്യാ കരേങ്കെ ബേല ചോദിക്കുകയാണ് സാഹിലിനോട്, ഇനി നമ്മൾ എന്താണ് ചെയ്യുക. സാഹിൽ ചലോ കുച്ച് കരേങ്കെ കിസി സെ ഉധാർ ലേങ്കെ സാഹിൽ എന്താ പറയുന്നത്, നടക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ആരുടെങ്കിലും കയ്യിൽ നിന്ന് നമുക്ക് ആ ഒരു
ഒരു ദിവസത്തേക്ക് പേന കടം വാങ്ങാം. ദോനോ ബच्चे സ്കൂൾ കി രാസ്തേ പർ ആകെ ബഡ്തേ ഹെ. രണ്ട് കുട്ടികളും സ്കൂളിൻ്റെ നേരേക്ക് നടക്കുന്നു. ഓക്കെ, ഇത് ലാസ്റ്റ് സീനാണ് ഞാനിവിടെ പറയുന്നത്. ഈ സീൻ മാത്രമാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഈ ഭാഗങ്ങൾ മുഴുവനായിട്ട് എഴുതുക. സ്ഥാനം എവിടെയാണ്? സ്കൂൾ കാ മൈതാൻ. സമയ് സുബഹ് ലഗ്ഭഗ് 10 ബജെ. പാത്ര ആരൊക്കെയാണ്? ബേലയും സാഹിലും ആണ്. കരീബ് 11 സാൽ. അവർക്ക് ഏതാണ്ട് 11 വയസ്സുണ്ട്. രണ്ടുപേരും സ്കൂൾ യൂണിഫോമിലാണ്. സാഹിൽ और ബേല ഏക് ദൂസരെ കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹേ ഹെ. അവരുടെ റിപ്പോർട്ട് കാർഡുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ പറയുന്നത്? ബേല ദുഃഖ്സെ. സാഹിൽ അബ് തും കഹാ പഠോगे. നീ ഇനി എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? സാഹിൽ. ഓർ തും കഹാ പഠോगी ബേല. അപ്പോൾ ബേല എന്താ പറയുന്നത്? രാജകീയ കന്യാ പാഠശാലാമേ. ബേല പറയുന്നു, ഞാൻ രാജകീയ കന്യാ പാഠശാലയിലാണ് പഠിക്കാൻ പോകുന്നത്. സാഹിൽ. മുझे അഗ്ലേ സാൽ അജ്മീർ ഭേജ് ദേംഗെ. എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് പറഞ്ഞു വിടും. ബേല. അബ് തും യഹാ നഹി രഹോगे. അപ്പോൾ നീ ഇനി ഈ നാട്ടിൽ ഉണ്ടാവില്ല അല്ലേ? സാഹിൽ. തുമ്ഹാരി ആങ്കോ മേ ആസു ക്യോ ആ രഹേ ഹെ ബേല. നീ എന്തിനാണ്, നിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ്? ബേല. ഡബ് ഡബായി ആങ്കോ സെ ഹസ്കർ മുझे ക്യാ പത്ത. ആ കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്, എന്നാലും അവൾ ചിരിച്ചിട്ട് പറയാണ്, എനിക്കെങ്ങനെ അറിയാനാ. സാഹിൽ കി ആങ്കെ ദുഃഖ് സെ ലാൽ ഹോത്തി ഹെ. സാഹിലിൻ്റെ കണ്ണുകളും എന്താണ്? ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്നി കിസി ദോസ്തി കി യാദ് പർ ടിപ്പണി ലിഖേ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ആലോചിച്ച് കൊണ്ട് ഒരു ടിപ്പണി എഴുതാനാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഫ്രണ്ടിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. മേരെ സബ്സെ അച്ഛേ ദോസ്ത് കാ നാം ജ്യോതി ഹെ. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിൻ്റെ പേര് ജ്യോതി എന്നാണ്. വോ മേരി അച്ഛി ദോസ് ഹെ ഓർ മേര ബഹുത് ധ്യാൻ രഖ്തി ഹെ. അവൾ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയാണ്. അവൾ എന്നെ നല്ലോണം കെയർ ചെയ്യാറുണ്ട്. വോ മുझसे അച്ഛാ വ്യവഹാർ കർത്തി ഹെ ഓർ ഹമേഷ മദത് കർത്തി ഹെ. അവൾ എപ്പോഴും എന്നോട് നല്ല രീതിയിലാണ് പെരുമാറാറ്, എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. മേ ഉസ്സെ ക്ലാസ് 6 മേ മില ഓർ ഫിർ ഹം ദോനോ അച്ഛേ ദോസ്ത് ബൻ ഗയേ. ഞാൻ അവളെ 6ാം ക്ലാസ്സിലാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടുകാരായി. വോ മേരി സച്ചി ദോസ്ത് ഹെ ക്യോങ്കി വോ മുझे अच्छे से समझती है और मेरी हर ज़रूरतों का ध्यान रखती है. അവൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ അതൊക്കെ അവൾ ശ്രദ്ധിക്കാറുമുണ്ട്. ജറൂരത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം, നീഡ്. മേ ഉസെ ബഹുത് പസന്ദ് കർത്താ ഹൂം. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. മേരാ ഇസ്കെ പെഹ്ലെ തക് ഉസ്കെ ജൈസാ കോയി ദോസ്ത് നഹി. മേരാ ഇസ്കെ പെഹ്ലെ തക് ഉസ്കെ ജൈസാ കോയി ദോസ്ത് നഹി താ. എനിക്ക് ഇതിനു മുമ്പ് അവളെ പോലെ ഒരു ഫ്രണ്ടിനെയും കിട്ടിയിട്ടില്ല. അടുത്തത് പടേ. 11 സാൽ കാ ലഡ്ക ജാ രഹാ ഥാ. 11 വയസ്സുള്ള ഒരു കുട്ടി പോവുന്നുണ്ട്. ബേല കെ പാവ് അബീബി കാംബ് രഹേ ഹെ. ബേലയുടെ കാലുകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട്. സ്യാഹി കി ബോത്തൽ അബി അബി കാലി ഹോ ഗയി. സ്യാഹിയുടെ ബോട്ടിൽ ഇപ്പോഴാണ് തീർന്നത്. പാനി കി ബൂന്ദേ അട്കി ഹുയി തി. വെള്ളത്തിൻ്റെ ആ തുള്ളികൾ എവിടെയൊക്കെയോ തടഞ്ഞു നിൽക്കുന്നുണ്ട്. ചകരെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചില സ്ഥലത്ത് കാ, ചില സ്ഥലത്ത് കെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ നോക്കാം. ഗോപാൽ കാ ബേട്ട. ഗോപാലിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ഒരാളാണ്, അതുകൊണ്ടാണ് കാ ബേട്ട എന്ന് പറഞ്ഞത് അല്ലേ. ഒരാളുമാണ്, അതുപോലെ തന്നെ എന്താണ്, പുല്ലിംഗമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് കാ ബേട്ട. ഗോപാൽ ഡാഷ് ബേട്ടെ അല്ലേ. ഗോപാലിൻ്റെ മക്കൾ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം എങ്ങനെയാണ് വരിക? പ്ലൂരലാണ്. അപ്പോൾ ഒന്നിലധികം ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്ലൂരലാണ്, അതുപോലെ തന്നെ പുല്ലിംഗമാണ് അല്ലേ. എന്താണ് അപ്പം നമ്മൾ പറയാം ഗോപാൽ കെ ബേട്ടെ എന്നാണ്. അപ്പോൾ ഒരാളാവുമ്പോൾ ഗോപാൽ കാ ബേട്ട എന്ന് പറഞ്ഞു. ഒന്നിൽ കൂടുതൽ മക്കളാണെങ്കിൽ ഗോപാൽ കെ ബേട്ടെ എന്ന് പറഞ്ഞു. ഗോപാൽ കാ കി ബേട്ടി ഏതാ വരിക? സ്ത്രീലിംഗമാണ്, ഒരാളേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഗോപാൽ കീ ബേട്ടി എന്നാണ് വരിക. സ്ത്രീലിംഗം ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ? കീ ആണ് ഉപയോഗിക്കുക. ഇനി ഗോപാൽ കെ ഓർ കീ ബേട്ടിയാം എങ്ങനെയാ വരിക? ഗോപാൽ കീ ബേട്ടിയാം എന്നാണ് വരിക. ഓക്കെ, ഗോപാൽ കീ ബേട്ടിയാം. ഇനി രാമു കാലെടുക്കാ പഠിത്താ ഹെ. ആദ്യം എന്താ വരിക? രാമുവിൻ്റെ മകൻ പഠിക്കുന്നു. അപ്പം എന്താ വരിക? രാമു കാലെടുക്കാ പഠിത്താ ഹെ.
രണ്ടാമത്തെ എന്താ വരുന്നത്? രാമു ലടുക്കി പഠിത്തി ഹേ, രാമുവിൻ്റെ മകൾ അല്ലേ. അപ്പോൾ രാമു കി ലടുക്കി പഠിത്തി ഹേ എന്ന് വരും. ഇനി രാമു ലടുക്കെ പഠിത്തി ഹേ, രാമുവിൻ്റെ മക്കൾ പഠിക്കുന്നു അല്ലേ. അപ്പോൾ രാമു കെ ലടുക്കെ പഠിത്തി ഹേ, രാമു കെ ലടുക്കെ പഠിത്തി ഹേ. ലടുക്കെ കെ അത് നോക്കി വയ്ക്കുക. ഇനി രാമു ഡാഷ് ലടുക്കിയാ പഠിത്തി ഹേ, രാമുവിൻ്റെ മക്കൾ അല്ലേ, പെൺകുട്ടികൾ പഠിക്കുന്നു. അപ്പം രാമു കീ ആണ് വരിക. സ്ത്രീലിംഗം ആകുമ്പോൾ കീ ആണ് ഉപയോഗിക്കുക. രാമു കീ ലടുക്കിയാ പഠിത്തി ഹേ. അപ്പം ഇവിടെ എന്താ വരുന്നത്? 11 സാൽ കാ ലടുക്കാ പഠിത്താ ഹേ അല്ലേ. 11 വയസ്സുള്ള ആൺകുട്ടി പഠിക്കുന്നു. ഒരാളല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അവിടെ കാ ഉപയോഗിച്ചത്. ഇനി ബേല കെ പാവ് അബീബി കാംബ്രഹേ ഹേ, ബേലയുടെ കാലുകൾ, എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബേല കെ പാവ്, ബേല കെ പാവ്, ബേല കെ ഹാത്ത് അങ്ങനെയാണ് പറയുക. 2 എണ്ണം ഉണ്ടെങ്കിൽ കെ ഉപയോഗിക്കും. സ്യാഹി കി ബോത്തൽ, സ്യാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്ത്രീലിംഗമായിട്ടാണ് വരിക. കാരണം എൻഡ് ചെയ്യുന്നത് എന്തിലാണ്? ഈയിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ എന്താണ്? അതൊക്കെ മിക്കവാറും സ്ത്രീലിംഗമാവും. അതുകൊണ്ട് അവിടെ കീ ഉപയോഗിച്ചു. അതുപോലെ തന്നെ പാനി എന്താണ്? എൻഡ് ചെയ്യുന്നത് ഈയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാനി കീ ബൂന്ദേ. ഇതുപോലെയുള്ള വരികൾ കഹാനിയിൽ നിന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, കഥയിൽ നിന്ന് എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ലൈൻ. വേ കേത്തോ ജംഗലോ കെ ഊപ്പർ. എന്തുകൊണ്ടാണ് കെ വന്നത്? ഖേത്തും പറയുന്നുണ്ട്, ജംഗലും പറയുന്നുണ്ട്. 2 കാര്യങ്ങളുള്ളതുകൊണ്ട് കെ ഉപയോഗിച്ചു. ഓക്കെ. മേഘോ കി ഛായാവോ മേ ഗീലി ഹവായെ ഇധർ ഉധർ ഗൂം രഹി തി. മേഘത്തിൻ്റെ ആ തണലിൽ തണുത്ത കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘം കി ഛായ എന്ന് നമ്മൾ ഉപയോഗിച്ചു. പേടോ കെ തന്നെ അബീബി കീലേത്തെ. അപ്പോൾ പേടവും ഒന്നിലധികം വൃക്ഷമുള്ളത് കാരണം തന്നെ പേടവും കെ നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ. മൂങ്ഫലിയോ കെ ഹരേ കേത്തോം. ആ മൂങ്ഫലി എന്ന് പറഞ്ഞാൽ എന്താ? കപ്പലണ്ടിയുടെ ഉണ്ടാവുന്ന ആ ഒരു ഖേത്ത്, ആ ഒരു ഫീൽഡിൽ ആ ഒരു കൃഷിസ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു പാടത്തുള്ള ആ മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും നനഞ്ഞു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ബാജ്രേ കി ലംബേ പത്തലെ പാത്തോ മേ പാനി കി ബൂന്ദേ അഡ്കി ഹുയി. പാനി സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് തന്നെ പാനി കി ബൂന്ദേ എന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ഇതുപോലത്തെ ലൈൻസ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് എടുത്തെഴുതുക. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റീസും വരുന്നത്. ഓക്കെ. ഇനി ഞാൻ ഇതിലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബീർ ബഹൂട്ടി കിസ് വിദാമേ ആത്തി ഹേ. ബീർ ബഹൂട്ടി ഏതിലാണ് വരുന്നത്? ലേഖ്, കവിത, കഹാനി, വിവരൺ. ബീർ ബഹൂട്ടി എന്താണ്? ഒരു കഹാനി, ഒരു സ്റ്റോറിയാണ്. ബേല और സാഹിൽ ബീർ ബഹൂട്ടിയോ കോ കഹാ കോച്ച്തേ ഹേ. ബേലയും സാഹിലും ബീർ ബഹൂട്ടികളെ എവിടെയാണ് തിരയുന്നത്? ദുക്കാൻ മേ, ഘർ മേ, ഖേത് മേ, സ്കൂൾ മേ. എവിടെയാണ്? ഖേത്ത്, ഫീൽഡിലാണ് തിരയുന്നത്. ബീർ ബഹൂട്ടിയോ കി വിശേഷതായ ക്യാ ക്യാ ഹേ. എന്തൊക്കെയാണ് ഈ ബീർ ബഹൂട്ടികളുടെ വിശേഷതകൾ? ബീർ ബഹൂട്ടിയ ബർസാത്തി കീടേ ഹേ. ബീർ ബഹൂട്ടി എന്ന് പറയുന്നത് മഴ പെയ്യുമ്പോൾ വരുന്ന ഒരു ജീവിയാണ്. വേ സുർഖ്, മുലായം और गदबदी है. वे धरती पर चलती फिरती खून की प्यारी बूंदें जैसी है. അത് ഭയങ്കര സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ അത് നടക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ബ്ലഡിൻ്റെ തുള്ളികൾ ഇങ്ങനെ ഭൂമിയിലൂടെ പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഗണിത് കെ മാട്ട് സാബ് കാ നാം ക്യാ ഹേ. ഗണിതം പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ പേരെന്താണ്? സുരേന്ദർ ജി. ഗണിത് കാ പീരിയഡ് കബ് ആത്താ ഹേ. ഗണിതത്തിൻ്റെ പീരിയഡ് എപ്പോഴാണ് വരുന്നത്? ഖേൽ ഖണ്ഡി കെ ബാദ് അല്ലേ. PT പീരീഡ് കഴിയുമ്പോഴാണ് ഗണിതത്തിൻ്റെ പീരീഡ് വരുന്നത്. ബേല ക്യോ ശർമിന്ദ ഹുയി. എന്തുകൊണ്ടാണ് ബേലയ്ക്ക് ലജ്ജിക്കേണ്ടി വന്നത്? മാട്ട് സാബ് ने उसे साहिल के सामने पीटा था इसलिए वह शर्मिंदा हुई. മാട്ട് സാബ് അവളെ സാഹിലിൻ്റെ മുന്നിൽ വെച്ചാണ് അടിച്ചത്, അതുകൊണ്ടാണ് അവൾക്ക് ലജ്ജിക്കേണ്ടി വന്നത്. സുരേന്ദർ ജി കാ വ്യവഹാർ കേസാത്ത. എങ്ങനെയാണ് സുരേന്ദർ സാർ ബിഹേവ് ചെയ്തിരുന്നത്? സുരേന്ദർ ജി जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या झापड़ मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था.
സുരേന്ദർജി എങ്ങനെയാണ് സരാസി ഗൽത്തി, ചെറിയൊരു തെറ്റിന് പോലും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുമായിരുന്നു. അതുപോലെ തന്നെ ചാപ്പട് മാറണ എന്ന് പറഞ്ഞാൽ കൈ വലിച്ച് അടിക്കുക. അപ്പം വലിയ രീതിയിൽ കുട്ടികളെ ഉപദ്രവിക്കുമായിരുന്നു, പണിഷ്മെന്റ് കൊടുക്കുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ താ രുക്ന ഭൂൽ ജാത്താ താ. അദ്ദേഹത്തിൻ്റെ കൈകൾ ചലിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ അടി തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും അത് നിർത്തുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. ബേല കെ സിർ പർ ചോട്ട് കേസേ ലഗി, എങ്ങനെയാണ് ബേലയുടെ തല പൊട്ടി ചോര വന്നത്? ഛത്ത് സെ ഗിർക്കർ ബേല കെ സിർ പർ ചോട്ട് ലഗി, ആ ഛത്ത് റൂഫിൽ നിന്ന് വീണപ്പോഴാണ് ബേലയ്ക്ക് പരിക്ക് പറ്റിയത്. ബേല കെ സിർ പർ ചോട്ട് കബ് ലഗി, എപ്പോഴാണ് ബേലയുടെ തലയിൽ ആ ഒരു പരിക്ക് പറ്റുന്നത്? ദീപാവലി കെ ബാദ്, ദീപാവലി കഴിഞ്ഞിട്ടാണ് ബേലയ്ക്ക് അങ്ങനെ ഒരു പരിക്ക് പറ്റുന്നത്. സാഹിൽ കോ ചോട്ട് കേസേ ലഗി, സാഹിലിന് എങ്ങനെയാണ് മുറിവ് പറ്റിയത്? ടൂട്ടേ സ്റ്റൂൾ കി കീൽ ലഗ്കർ സാഹിൽ കോ ചോട്ട് ലഗി, അവൻ ഒരു സ്റ്റൂളുമേരുന്ന് ആടിയിരുന്നു അല്ലേ, ആ സ്റ്റൂളിൻ്റെ മുകളിലുള്ള ഒരു ആണി അവൻ്റെ കാലിൽ തട്ടിയിട്ടാണ് അവന് മുറിവ് പറ്റിയത്. ബേലയ്ക്ക് സാഹിലിനെ കാണാൻ പറ്റില്ല അല്ലേ, രണ്ടുപേരും 2 സ്കൂളാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും ബേല ഡയറി എഴുതുക? അതൊന്ന് നമുക്ക് നോക്കാം. താരീഖ്, ഡേറ്റ് എഴുതുക. മേ ബഹുത് ദുഃഖി ഹൂ, ഇന്ന് ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ആജ് 5വീं के റിസൾട്ട് ആ ഗയ, ഇന്ന് 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ഹം ദോനോ ഛട്ടി മേ ആ ഗയേ, ഞങ്ങൾ ഇനി 6ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അബ് ഹമേ അലഗ് അലഗ് സ്കൂൾ ജാനാ പടേഗ, ഇനി ഞങ്ങൾക്ക് 2 സ്കൂളിലേക്കായിട്ട് മാറി പഠിക്കേണ്ടി വരും. സാഹിൽ അജ്മീർ മേ പഠനെ ജായേഗ, സാഹിൽ ഇനി അജ്മീറിലാണ് പഠിക്കാൻ പോകുന്നത്. വ ഹോസ്റ്റൽ മേ രഹേഗ, അവൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. മേ രാജകീയ കന്യാ പാഠശാല മേ, ഞാനിനി രാജകീയ കന്യാ പാഠശാലയിലാണ് പഠിക്കാൻ പോകുന്നത്. സാഹിൽ की यादें साथ बीर बहुटियाँ खोजना स्कूल जाना पढ़ना സാഹിൽ സെ കബ് മിൽ പാവുകി, സാഹിലിൻ്റെ ഓർമ്മകൾ എന്നാണ് പറയുന്നത് അല്ലേ. അവർ ഒരുമിച്ചാണ് ബീർ ബഹുട്ടിനെ തിരഞ്ഞിരുന്നത്, ഒരുമിച്ചാണ് സ്കൂളിൽ പോയിരുന്നത്, ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. ഇനി എന്നാണ് എനിക്ക് സാഹിലിനെ ഒന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് ആ ഡയറി അവസാനിപ്പിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഡയറി കാണിക്കുന്നത് എന്താണ്? ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ, അല്ലേ, ആ മാട്സാബ് അവളെ അടിക്കുമ്പോൾ ബേലയ്ക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ഡയറി എഴുതുകയാണെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾ ഡേറ്റ് എഴുതുക. ആജ് മേരെ ലിയേ ദുഃഖ ദിൻ താ, ഇന്ന് എനിക്ക് വളരെ വിഷമം നിറഞ്ഞ ഒരു ദിവസമാണ്. മേ സാഹിൽ കെ സാത്ത് കക്ഷാ മേ ബൈഠി തി, ഞാൻ സാഹിലിനോട് കൂടെ ക്ലാസ്സിലിരിക്കുകയായിരുന്നു. ഹം ദോനോ നെ അപ്ന കാര്യം പൂരാ കിയാ താ, ഞങ്ങൾ 2 പേരും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. മേരെ കോയി ഗൽത്തി നഹി കി, ഞാൻ ഒരു തെറ്റും ചെയ്തിരുന്നില്ല. पर न जाने क्यों मेरी किताब देखकर സുരേന്ദർ ജി മാഡ് സാബിനെ ബഹുത് ക്രോധ് പ്രകട് കിയ, പക്ഷേ എൻ്റെ പുസ്തകം കണ്ടപ്പോൾ സാറിന് വളരെയധികം ദേഷ്യം വന്നു. മേരെ പാവ് കാംപ് രഹേ തേ, എൻ്റെ കാലുകൾ വിറയ്ക്കുകയായിരുന്നു. സാഹിൽ ബി ബഹുത് ഡർ ഗയാ താ, സാഹിലും വളരെയധികം പേടിച്ചു. ഈ വാട്സാപ്പ് ക്യോ ഇസ് തര കർത്തേ ഹേ, എന്തിനാണ് ഈ സാർ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ഡയറി അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി ബേലയും സാഹിലും എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? ബേല ഓർ സാഹിൽ സച്ചേ ദോസ്ത് ഹേ, അവർ 2 പേരും വളരെ അടുത്ത കൂട്ടുകാരാണ്. ദോനോ സാത്ത് സാത്ത് പഠ്തേ ഹേ, ഒരുമിച്ചാണ് അവർ പഠിക്കുന്നത്. സാത്ത് സാത്ത് സ്കൂൾ ജാത്തേ ഹേ, ഒരുമിച്ചാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. വേ രാസ്തേ മേ ബീർ ബഹൂട്ടിയോ കോ കോച്ച്തേ ഹേ, അവർ വഴിയിൽ ബീർ ബഹൂട്ടികളെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. വേ സാത്ത് സാത്ത് ദുകാൻ ജാത്തേ ഹേ, അവർ ഒരുമിച്ചാണ് കടയിലേക്ക് പോകുന്നത്. കക്ഷാ മേ പാസ് പാസ് ബൈഠ്തേ ഹേ, ഒരുമിച്ചാണ് അവർ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ബേല കാ ദുഃഖ് സാഹിൽ കാ ബി ദുഃഖ് ഹേ, ബേലയുടെ വിഷമം എന്ന് പറഞ്ഞാൽ അത് സാഹിലിൻ്റെയും വിഷമമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഈ ലെസണിൽ ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്